നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന, നമ്മൾ നിസ്സാരമായി കാണുന്ന നാണയത്തുട്ടുകളെക്കുറിച്ച്. എന്നാൽ ഈ നാണയത്തുട്ടുകൾ കൊണ്ട് ഇന്ത്യയിലെ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ വിറപ്പിച്ച ഒരു കഥയുണ്ട്. അതാണ് സാഷെ എക്കോണമി അഥവാ സാഷെ റവല്യൂഷൻ. ഷാംപൂ, എണ്ണ, ബിസ്ക്കറ്റ് തുടങ്ങിയ സാധനങ്ങൾ ചെറിയ പാക്കറ്റുകളിൽ വിറ്റ് എങ്ങനെയാണ് കമ്പനികൾ ഇന്ത്യയെ കീഴടക്കിയത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇതൊരു വെറും ബിസിനസ് കഥയല്ല, മറിച്ച് മാർക്കറ്റിംഗിലെ ഒരു വലിയ പാഠമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു കടയിൽ പോയാൽ എന്തെല്ലാം സാധനങ്ങൾ ചെറിയ പാക്കറ്റുകളിൽ കാണുന്നു. ഷാംപൂ, വെളിച്ചെണ്ണ, കാപ്പിപ്പൊടി, ചായപ്പൊടി, തക്കാളി സോസ്, അച്ചാർ, മുഖത്ത് പുരട്ടുന്ന ക്രീമുകൾ, ബിസ്ക്കറ്റ്, അങ്ങനെ എന്തും 1 രൂപയ്ക്കോ 2 രൂപയ്ക്കോ 5 രൂപയ്ക്കോ കിട്ടും. ഇതിനെയാണ് നമ്മൾ സാഷെ എന്ന് വിളിക്കുന്നത്. എന്നാൽ 1970കളിലും 80കളിലും ഇതായിരുന്നില്ല അവസ്ഥ. അന്ന് ഷാംപൂ എന്നത് പണക്കാർക്ക് മാത്രം വാങ്ങാൻ കഴിയുന്ന ഒരു ലക്ഷറി പ്രൊഡക്റ്റ് ആയിരുന്നു. വലിയ കുപ്പികളിൽ മാത്രമാണ് അന്ന് ഷാംപൂ കിട്ടിയിരുന്നത്. സാധാരണക്കാർ തലയിൽ സോപ്പ് തേച്ചാണ് കുളിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയിലാണ് സാഷെ വിപ്ലവം തുടങ്ങുന്നത്. ഈ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് വലിയ വിദേശ കമ്പനികളല്ല, മറിച്ച് തമിഴ്നാട്ടിലെ കടലൂർ എന്ന സ്ഥലത്തുള്ള ചിന്നികൃഷ്ണൻ എന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തെ നമുക്ക് ഫാദർ ഓഫ് സാഷെ റവല്യൂഷൻ എന്ന് വിളിക്കാം. അദ്ദേഹം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ജീവനക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. ആദ്യം ടാൽക്കം പൗഡർ ചെറിയ പാക്കറ്റിലാക്കി വിറ്റു. പിന്നീട് എപ്സം സോൾട്ട് വിറ്റു. അദ്ദേഹത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. റിക്ഷാ തൊഴിലാളികൾക്കും കൂലിപ്പണിക്കാർക്കും പണക്കാർ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം. പക്ഷേ ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങൾ എങ്ങനെ ചെറിയ പാക്കറ്റിലാക്കും എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതിനായി അദ്ദേഹം പല പരീക്ഷണങ്ങളും നടത്തി. ഒടുവിൽ സുതാര്യമായ പ്ലാസ്റ്റിക് കുഴലുകളിൽ വെള്ളം നിറച്ച് രണ്ടറ്റവും സീൽ ചെയ്ത് അദ്ദേഹം പരീക്ഷിച്ചു. അത് വിജയിച്ചു. അങ്ങനെ അദ്ദേഹം ഷാംപൂവും എണ്ണയും ചെറിയ പാക്കറ്റുകളിലാക്കി വിൽക്കാൻ തുടങ്ങി. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മക്കൾക്ക് വലിയൊരു ബാധ്യതയുമായാണ് ആ ബിസിനസ് കിട്ടിയത്. ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ വേറെ വഴിയില്ലായിരുന്നു. ചിന്നികൃഷ്ണന്റെ മക്കളായ രാജ്കുമാറും രംഗനാഥനും ആ ബിസിനസ് ഏറ്റെടുത്തു. രാജ്കുമാർ വെൽവെറ്റ് എന്ന പേരിൽ ഷാംപൂ പുറത്തിറക്കി. വെൽവെറ്റ് ഷാംപൂ വലിയൊരു വിജയമായി മാറി. 2 രൂപയ്ക്കാണ് അവർ ഒരു സാഷെ വിറ്റത്. ഇന്ത്യയിലെ സാധാരണക്കാർ ആദ്യമായി ഷാംപൂ ഉപയോഗിച്ചു തുടങ്ങി. വലിയ കുപ്പി വാങ്ങാൻ പണമില്ലാത്തവർക്ക് 2 രൂപ മുടക്കാൻ മടിയില്ലായിരുന്നു. അങ്ങനെ വെൽവെറ്റ് ഒരു വലിയ ബ്രാൻഡായി മാറി. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. ചിന്നികൃഷ്ണന്റെ മറ്റൊരു മകനായ CK രംഗനാഥൻ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങി. കെവിൻ കെയർ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. അദ്ദേഹം ചിക്ക് എന്ന പേരിൽ ഷാംപൂ ഇറക്കി. വെൽവെറ്റ് 2 രൂപയ്ക്ക് വിറ്റപ്പോൾ ചിക്ക് ഷാംപൂ 1 രൂപയ്ക്കാണ് വിറ്റത്. അതൊരു വലിയ മാറ്റമായിരുന്നു. വെറും 1 രൂപയ്ക്ക് ഷാംപൂ കിട്ടുമെന്ന് വന്നതോടെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ അത് വാങ്ങാൻ തുടങ്ങി. രംഗനാഥൻ ചെയ്ത മറ്റൊരു ബുദ്ധിപരമായ കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം 5 ഒഴിഞ്ഞ ഷാംപൂ കവറുകൾ തിരികെ നൽകുന്നവർക്ക് ഒരു ഷാംപൂ പാക്കറ്റ് സൗജന്യമായി നൽകി. ഇത് വലിയൊരു ഹിറ്റായി. കടകളിൽ ആളുകൾ ക്യൂ നിന്നു. റേഡിയോയിൽ പരസ്യം വന്നു. സിനിമാ താരങ്ങൾ പരസ്യത്തിൽ അഭിനയിച്ചു. അങ്ങനെ ചിക്ക് ഷാംപൂ ദക്ഷിണേന്ത്യയിൽ ഒന്നാമതായി. ഇത് കണ്ട് വമ്പൻ കമ്പനികൾ ഞെട്ടി. ഹിന്ദുസ്ഥാൻ ലിവർ അഥവാ ഇന്നത്തെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അന്ന് വലിയ കുപ്പികളിൽ സാധനങ്ങൾ വിൽക്കുന്ന തിരക്കിലായിരുന്നു. ഗ്രാമങ്ങളിൽ ഇത്തരം ചെറിയ പാക്കറ്റുകൾക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടാകുമെന്ന് അവർ കരുതിയില്ല. എന്നാൽ ചിക്ക് ഷാംപൂവിന്റെയും വെൽവെറ്റിന്റെയും വിജയം കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഇന്ത്യയിലെ മാർക്കറ്റ് പിടിക്കണമെങ്കിൽ ചെറിയ പാക്കറ്റുകൾ ഇറക്കിയേ തീരൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ HUL അവരുടെ പ്രശസ്തമായ ബ്രാൻഡുകൾ ചെറിയ സാഷെ രൂപത്തിൽ ഇറക്കാൻ തുടങ്ങി. ക്ലിനിക് പ്ലസ്, സൺസിൽക്ക്, ലെക്സ് എന്നിവയെല്ലാം ചെറിയ പാക്കറ്റുകളിൽ വന്നു. വിദേശ കമ്പനിയായ പ്രോക്ടർ ആൻഡ് ഗാംബിളും ഇതേ വഴി പിന്തുടർന്നു. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, പാന്റീൻ എന്നിവ സാഷയായി മാറി. ഇവിടെയാണ് FMCG ജയന്റ്സ് അല്ലെങ്കിൽ വമ്പൻ കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിനെ പഠിച്ച രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് പിന്നിൽ ഒരു എക്കണോമിക്സ് ഉണ്ട്. അതിനെ ബോട്ടം ഓഫ് പിരമിഡ് എന്ന് വിളിക്കും. അതായത് ഒരു സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് പണം കുറവായിരിക്കും, പക്ഷേ അവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അവർക്ക് ഒന്നിച്ച് 100 രൂപ മുടക്കി ഒരു സാധനം വാങ്ങാൻ കഴിയില്ല. കാരണം അവർക്ക് കിട്ടുന്നത് ദിവസക്കൂലിയാണ്. പക്ഷേ എല്ലാ ദിവസവും 1 രൂപ മുടക്കാൻ അവർക്ക് കഴിയും. ഈ തത്വം മനസ്സിലാക്കിയതാണ് സാഷെ വിപ്ലവത്തിന്റെ വിജയത്തിന് കാരണം. ഈ ലോ യൂണിറ്റ് പാക്ക് അഥവാ LUP സ്ട്രാറ്റജി പിന്നീട് എല്ലാ മേഖലയിലും എത്തി. ഭക്ഷണ സാധനങ്ങളിലും ഇത് വലിയ മാറ്റമുണ്ടാക്കി. പണ്ട് അച്ചാർ കുപ്പിയിലാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും അച്ചാർ പാക്കറ്റ് കിട്ടും. നെസ്കഫെ കാപ്പിപ്പൊടി ചെറിയ പാക്കറ്റിൽ വന്നു. പണ്ട് കാപ്പി കുടിക്കാത്തവർ പോലും 1 രൂപയുടെ പാക്കറ്റ് വാങ്ങി പരീക്ഷിച്ചു നോക്കാൻ തുടങ്ങി. കാഡ്ബറി ചോക്ലേറ്റ് ചെറിയ രൂപത്തിൽ വന്നു. ടൈഗർ ബിസ്ക്കറ്റും പാർലേജിയും ചെറിയ പാക്കറ്റുകൾ ഇറക്കി. 5 രൂപയുടെ ബിസ്ക്കറ്റ് പാക്കറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒന്നാണ്. ഇതൊരു ട്രയൽ ജനറേഷൻ ഉണ്ടാക്കി. അതായത് പുതിയൊരു സാധനം പരീക്ഷിക്കാൻ ആളുകൾക്ക് പേടിയില്ലാതായി. 100 രൂപ മുടക്കി ഒരു സാധനം വാങ്ങി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പണം നഷ്ടമാകും. എന്നാൽ 1 രൂപ മുടക്കി വാങ്ങുമ്പോൾ ആ റിസ്ക് ഇല്ല. ഇഷ്ടപ്പെട്ടാൽ മാത്രം വീണ്ടും വാങ്ങിയാൽ മതി. ഇതായിരുന്നു കമ്പനികളുടെ തന്ത്രം.
ഇതിലൂടെ ഗ്രാമങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ അവർ തങ്ങളുടെ ഉപഭോക്താക്കളാക്കി മാറ്റി. ഇന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ എന്ത് സാധനവും സാഷേ രൂപത്തിൽ കിട്ടും. ടൂത്ത് പേസ്റ്റ് മുതൽ ഫെയർനെസ് ക്രീം വരെ ഇതിൽപ്പെടും. ഗോദ്രേജ് കമ്പനി അവരുടെ ഹെയർ ഡൈ ചെറിയ പാക്കറ്റിൽ ഇറക്കി. പണ്ട് ഡൈ എന്നത് വലിയ പണച്ചെലവുള്ള കാര്യമായിരുന്നു. ഇന്ന് 10 രൂപയോ 15 രൂപയോ ഉണ്ടെങ്കിൽ ആർക്കും മുടി കറുപ്പിക്കാം. ഇത് സാധാരണക്കാരുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. എന്നാൽ ഈ കഥയിൽ ചില പ്രശ്നങ്ങളുമുണ്ട്. അതിലൊന്ന് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷനാണ്. പണ്ട് 1 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം ഇന്ന് അതേ വിലയ്ക്ക് കൊടുക്കാൻ കമ്പനികൾക്ക് കഴിയുന്നില്ല. സാധനങ്ങളുടെ നിർമ്മാണ ചെലവ് കൂടി. അപ്പോൾ കമ്പനികൾ എന്തു ചെയ്തു? അവർ വില കൂട്ടിയില്ല, പകരം പാക്കറ്റിലെ സാധനത്തിന്റെ അളവ് കുറച്ചു. ഇതിനെ ഷ്രിങ്ക്ഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. പണ്ട് 8 മില്ലി ഷാമ്പു ഉണ്ടായിരുന്നത് 6 മില്ലി ആയി, പിന്നെ 5 മില്ലി ആയി. ഇപ്പോൾ പല കമ്പനികളും 1 രൂപയുടെ പാക്കറ്റ് നിർത്താൻ ആലോചിക്കുന്നു. പകരം 2 രൂപയുടെയോ 5 രൂപയുടെയോ പാക്കറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭം കിട്ടില്ല എന്നതാണ് അവസ്ഥ. പാർലേജി ബിസ്ക്കറ്റിന്റെ എണ്ണം കുറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വില 5 രൂപ തന്നെ തുടരും, പക്ഷേ പാക്കറ്റ് ചെറുതാകും, അല്ലെങ്കിൽ എണ്ണം കുറയും. മറ്റൊരു വലിയ പ്രശ്നം പരിസ്ഥിതി മലിനീകരണമാണ്. ഈ സാഷകൾ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. പല അടുക്കുകളുള്ള മൾട്ടി ലെയർഡ് പ്ലാസ്റ്റിക് ആണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇതിൽ അലൂമിനിയം ഫോയിൽ ഒക്കെ ഉണ്ടാകും. ഇത് റീസൈക്കിൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉപയോഗം കഴിഞ്ഞ് നമ്മൾ ഇത് വലിച്ചെറിയുന്നു. കോടിക്കണക്കിന് സാഷകളാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ വലിച്ചെറിയപ്പെടുന്നത്. ഇത് മണ്ണിലും വെള്ളത്തിലും കിടന്ന് വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ന് കമ്പനികൾക്ക് ഇതൊരു വലിയ തലവേദനയാണ്. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ സർക്കാർ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതുകൊണ്ട് പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുന്നു. എങ്കിലും സാഷേ വിപ്ലവം നൽകിയ പാഠം വളരെ വലുതാണ്. ഒരു ഉൽപ്പന്നം വിജയിക്കണമെങ്കിൽ അത് സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയിൽ നൽകണമെന്ന് ഇത് തെളിയിച്ചു. ഇന്ത്യ പോലൊരു രാജ്യത്ത് വോളിയം അഥവാ വിൽപ്പനയുടെ എണ്ണമാണ് പ്രധാനം. തുടക്കത്തിൽ ലാഭം കുറവാണെങ്കിലും കൂടുതൽ ആളുകൾ വാങ്ങുമ്പോൾ കമ്പനിക്ക് മൊത്തത്തിൽ വലിയ ലാഭം കിട്ടും. വിദേശത്ത് നിന്ന് വന്ന പല കമ്പനികളും ഇന്ത്യയിൽ പരാജയപ്പെട്ടപ്പോൾ ഈ സാഷേ തന്ത്രം മനസ്സിലാക്കിയവർ വിജയിച്ചു. കെല്ലോഗ്സ് എന്ന കമ്പനി ആദ്യം വലിയ ബോക്സിൽ കോൺഫ്ലെക്സ് വിറ്റപ്പോൾ ആരും വാങ്ങിയില്ല. പിന്നീട് അവർ ചെറിയ പാക്കറ്റുകൾ ഇറക്കിയപ്പോൾ ആളുകൾ വാങ്ങി തുടങ്ങി. മക്ഡൊണാൾഡ്സ് ബർഗർ വില കുറച്ച് വിൽക്കുന്നതും ഇതേ തന്ത്രമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ സാഷേ സംസ്കാരം ഒരു വെറും കച്ചവടതന്ത്രം മാത്രമല്ല, അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയുടെ പ്രതിഫലനം കൂടിയാണ്. എന്ന് ഇന്ത്യക്കാരുടെ വരുമാനം വർദ്ധിക്കുന്നുവോ അന്ന് ഒരുപക്ഷെ സാഷകൾ അപ്രത്യക്ഷമായേക്കാം. ആളുകൾ വലിയ കുപ്പികൾ വാങ്ങാൻ തുടങ്ങിയേക്കാം. പക്ഷേ അതുവരെ ഈ ചെറിയ പാക്കറ്റുകൾ തന്നെയായിരിക്കും വിപണിയിലെ രാജാക്കന്മാർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിന്നികൃഷ്ണൻ എന്ന ആ മനുഷ്യന്റെ ചെറിയൊരു സ്വപ്നം ഇന്ത്യയുടെ വിപണിയെ തന്നെ മാറ്റിമറിച്ചു. വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് പോലും അദ്ദേഹത്തിന്റെ വഴി പിന്തുടരേണ്ടി വന്നു. മാർക്കറ്റിംഗ് എന്നാൽ AC മുറിയിലിരുന്ന് പ്ലാൻ ചെയ്യുന്നതല്ല, മറിച്ച് സാധാരണക്കാരന്റെ കീശയുടെ കനം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് എന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.